ഖുർആൻ ഒന്ന് മനസ്സിരുത്തി വായിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. ഖുർആൻ മനസ്സിരുത്തി വായിക്കുന്ന ആളുകളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അത് കറക്റ്റാണ് പറഞ്ഞത്. അറബി ഭാഷയിലാണ് ഇതുവരേക്കും നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്കൊന്നും തോന്നാതിരുന്നത്. അതിന്റെ നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന പരിഭാഷകളിൽ വായിച്ചാൽ അത് മനസ്സിലാകും. നമ്മൾ ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കും. നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ മദർ ടങ്ങിൽ ഖുർആൻ വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. 100% വളരെ ശരി പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരിക്കലും ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് സന്മാർഗം ലഭിക്കുമായിരുന്നു എന്ന് ഖുർആനിൽ എത്രയോ തവണകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. എന്താ അള്ളാഹു അങ്ങനെ വിചാരിക്കാതിരുന്നത്? നമ്മളെ പരസ്പരം തമ്മി തല്ലിപ്പിക്കുമ്പോഴും തമ്മിൽ ഇങ്ങനെ തർക്കിച്ചും കൊന്നും വെട്ടിയും കൊലവിളിച്ചും കൊല്ലപ്പെട്ടുമൊക്കെ ജീവിക്കുന്നത് കാണാനാണോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് സ്വാഭാവികമായും ചോദിക്കും. കാരണം അവിടെ ഒരു ഡൗട്ട് ഉണ്ടല്ലോ. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളെയൊക്കെ സന്മാർഗത്തിലാക്കിയേനെ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഖുർആനിൽ ഒരുപാട് പറയുന്നുണ്ടല്ലോ. ഓക്കെ, യഹ്ദി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കുന്നു. വയുളില്ലു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ എടുത്തു വെക്കുന്നുണ്ടല്ലോ. അള്ളാഹ് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ഈ അലമ്പും വഴക്കും രക്തം ചിന്തുകയൊന്നും ഒന്നും ആക്കുകയില്ലായിരുന്നല്ലോ എന്നത്. അപ്പോൾ അത് നേർമാർഗമല്ല എന്ന് സമ്മതിക്കുന്നുണ്ടല്ലേ? അത് നേർമാർഗമല്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. ആ വാക്യം കൂടെ കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇഷ്ടപ്പെടുന്നത് എന്ന് സ്വാഭാവികമായും ചോദിക്കും. കാരണം അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഇബ്രാഹിം ബഗ്ദാദിമാരാക്കാമായിരുന്നു, സാക്കിർ നായിക്കുമാരാക്കാമായിരുന്നു, റാഷിദ് അബ്ദുള്ളമാരും മുജാഹിദ് ബാലുശ്ശേരിമാരും MM അക്ബറുമാരും ഒക്കെ ആക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആക്കാതെ ഓരോരുത്തരെ കൊണ്ട് ഓരോ മണ്ടത്തരങ്ങൾ പറയിപ്പിക്കുന്നത്. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി, MM അക്ബർ, ഇബ്രാഹിം ബാദിഷാ, സാക്കിർ നായിക്ക്, അങ്ങനെ കുറെ ആളുകളെ എടുത്ത് ഉദ്ധരിച്ചു. അപ്പൊ ഇവരൊക്കെ നേർമാർഗത്തിൽ ഉള്ള ആളുകളാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വന്നത്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒന്നുകിൽ നമുക്ക് അവരെ പോലെ ആക്കാമായിരുന്നല്ലോ. എന്തിനാണ് നമുക്ക് അലമ്പും വഴക്കും ഉണ്ടാകുന്ന ആളുകളെ പോലെ ആക്കിയത്? ഇതല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നേർമാർഗം ഏതാണ് എന്നത്. നമ്പർ 1 ഉടായ്പാണ് സംസാരത്തിൽ. കാരണം ഒരേ സംസാരത്തിന്റെ 2 വശങ്ങൾ പറയുന്നുണ്ടോ. ഒരു വശത്ത് ബുഖാരി ഇമാമ്, സാക്കിർ നായിക്ക്, MM അക്ബർ തുടങ്ങിയ പ്രശസ്തരായ ആളുകൾ എന്തുകൊണ്ട് അവരെ പോലെ നമ്മളെ ആക്കിയില്ല? പിന്നെ എന്തിനാണ് നമ്മളെ ആക്കിയത്? പരസ്പര അലമ്പും അടിയും രക്തം ചിന്തുകയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന അങ്ങനെ ആക്കിയത്. അപ്പം ഇങ്ങനെ ആക്കി. അപ്പൊ അവരെ അങ്ങനെ ആക്കിയതോ അതാരാ? അപ്പൊ അള്ളാഹു പ്രശ്നങ്ങളിൽ ഉള്ളവരെ മാത്രം ആക്കി, മറ്റവരെ ആക്കിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ശരിക്കും അള്ളാഹു ഇവിടെ ആരെയും ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. എല്ലാവരും പരിശ്രമിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആണ് മുന്നോട്ട് വന്നത്. അങ്ങനെയാണ് ഒരു പ്രശസ്തരായത്. ഒരു വിഭാഗം ആളുകൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഫമൻ ഷാ ഫൽ യുഅ്മിൻ, ഇഷ്ടമുള്ളവൻ മുഅ്മിനാവട്ടെ, വിശ്വസിക്കട്ടെ. ഫമൻ ഷാ ഫൽ യക്ഫുർ, ഇഷ്ടമുള്ള ആളുകൾ കാഫിറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ബുദ്ധി തന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നത് കുറച്ച് ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവരെ ഒന്നും മാറ്റാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, കാര്യങ്ങളെ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഫഅൽഹമഹ ഫുജൂറഹ, അള്ളാഹു തന്നെ പറയുന്നുണ്ട്. വനഫ്സി വമാ സവ്വാഹ, മനുഷ്യന്റെ ആ ആത്മാവിനെ തന്നെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നുണ്ട്. ഒരു വിഷയത്തിൽ അധർമ്മം ഏതാണ് ധർമ്മം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ശരി ഏതാ തെറ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മുടെ മുമ്പിൽ ഇവിടെ നമുക്ക് ഖുർആനുണ്ട്. ഖുർആൻ അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ശരിയും തെറ്റും നമുക്ക് തന്നെ മനസ്സിലാവും. അള്ളാഹു നമ്മുടെ മുമ്പിൽ ഫഇന്ന ഹദൈനാഹു സബീല, 2 മാർഗം അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നിട്ടു. ഫഇമ്മ ഷാക്കിറൻ, ഒന്നുകിൽ ശുക്രിന്റെ പാത സ്വീകരിക്കാം, സൃഷ്ടാവിന് നന്ദി കാണിക്കുന്ന മാർഗം സ്വീകരിക്കാം, അങ്ങനെ നമുക്ക് നല്ല വഴിയാവാം. അല്ലെങ്കിലോ വഇമ്മ കഫൂറ, അല്ലെങ്കിൽ നമുക്ക് നിഷേധാത്മകമായ വഴി സ്വീകരിക്കാം. അപ്പൊ ഇത് രണ്ടും നമ്മൾ തന്നെയാണ് സ്വീകരിക്കുന്നത്.
അല്ലാതെ അള്ളാഹു ഒരാളെ കൈ പിടിച്ചുകൊണ്ട് നന്മയുടെ ഭാഗത്ത് വെക്കുകയും കൈ പിടിച്ചുകൊണ്ട് തിന്മയുടെ ഭാഗത്ത് വെക്കുകയും ചെയ്യുന്നതേ അല്ല. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷമായി. അപ്പൊ ആരാണ് നേർമാർഗത്തിലുള്ളതും ആരാണ് ദുർമാർഗത്തിലുള്ളതെന്നും നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരെ കൊണ്ട് ഓരോന്നും പഠിച്ചവും പറയിപ്പിക്കുന്നതേ. അപ്പൊ ഇനി മറ്റൊരു കാര്യത്തിനും കൂടി മറുപടി പറയേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതാ, അള്ളാഹു ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള ആളുകൾ മുഴുവൻ നേർമാർഗത്തിലാകുമായിരുന്നല്ലോ. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത്, ഈ ആലമുൽ അസ്ബാബ് എന്ന് പറയും, ഞങ്ങൾ പറയും, ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഒരു ചുരുങ്ങിയ ടൈം ജീവിക്കാനുള്ള ഒരു 60-65 വർഷക്കാലം ടൈം കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഫുആദ്, ബ്രെയിൻ, ബുദ്ധി എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടുണ്ട്. അവന്റെ മുമ്പിൽ എപ്പോഴും വഴികൾ ഇങ്ങനെ തുറന്നു വെക്കും പഠിച്ചവൻ. എന്നിട്ട് ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയാണ് അല്ലദീ ഖലഖൽ മൗത, ഈ ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്ന് പടച്ചതമ്പുരാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലത് എന്നറിയാനുള്ള ഒരു ഇൽഹാമിയായ ഒരു ബോധം. വനഫ്സിൻ വമാ സവ്വാഹ, ഈ ആത്മാവിനെ കൊണ്ട് തന്നെ സത്യം, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, എല്ലാ വിഷയത്തിലും അതിൻ്റെ ധർമ്മത്തിൻ്റെ അവസ്ഥയും അധർമ്മത്തിൻ്റെ അവസ്ഥയും മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടെ മനുഷ്യനെ, തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞത് മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ ആ സാധനം, ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പടച്ചവൻ തന്നെ പറഞ്ഞു, ഫമൻ ശാഅ ഫൽയുമിൻ, ഇഷ്ടമുള്ളവൻ മുഅ്മിനാവട്ടെ, ഈമാൻ കൊള്ളട്ടെ, വിശ്വസിക്കട്ടെ. ഫമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവൻ കാഫിറാവട്ടെ. ഇതുപോലെ നിഷേധാത്മക സ്വഭാവവുമായിട്ട് ഇങ്ങനെ നിഷേധിച്ചു കൊണ്ടിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ പെടലിക്കെല്ലാം വെക്കാമെന്ന് വിചാരിക്കേണ്ട. നേരത്തെ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയ ആ പരമാവത്തം, ആ നേർമാർഗത്തിലാണെന്ന് പറഞ്ഞ ആ പ്രശസ്തരായ ആളുകൾ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് രാത്രി കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് നേർമാർഗത്തിൽ കൊണ്ടുവച്ചതൊന്നുമല്ല. അവരുടെ വഴി തിരഞ്ഞെടുത്തതാണ്, അവർ പഠിച്ചതാണ്, അവർ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ആലിമീങ്ങളായി മാറിയതാണ്. അങ്ങനെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ആളുകൾ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് എത്തിയത്. അത് അവരായിട്ട് തന്നെ തിരഞ്ഞെടുത്തതാണ്. അതേപോലെ മോശം മാർഗത്തിൽ പോകുന്ന ആളുകൾ ഇന്ന് കള്ളും കഞ്ചാവും MDMA ഒക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ, നല്ല ബുദ്ധിയുള്ള ആളുകൾ, അവരവരുടെ വഴികൾ അവരും തിരഞ്ഞെടുത്താണ്. ഇനി ഇവരെയൊക്കെ പടച്ചവൻ മുമ്പ് തന്നെ തീരുമാനിച്ചു വെച്ചല്ലെന്ന് ചോദിച്ചാൽ അത് പടച്ചവന്റെ അറിവാണിടോ. സൃഷ്ടാവിന് സൃഷ്ടിയെക്കുറിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മുതൽ അതിൻ്റെ അവസാന ഘട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിനെയാണ് സൃഷ്ടാവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ സൃഷ്ടാവ് അറിഞ്ഞതാണ് ആ പറയുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എൻ്റെ സൃഷ്ടാവ് എന്താണ് അറിഞ്ഞിരിക്കുന്നത്, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. അത് എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അത് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യം, ഡയമെൻഷൻ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ് നല്ല മാർഗം എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ബ്രെയിൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നാ ഹദൈനാഹു സബീല, നിന്റെ മുമ്പിൽ നാം 2 മാർഗം തുറന്നു വന്നു. ഫ ഇമ്മ ഷാക്കിറൻ, ഒന്നുകിൽ നിനക്ക് ശുക്രിന്റെ പാത തിരഞ്ഞെടുക്കാം, നന്ദി കാണിക്കുന്ന പാത തിരഞ്ഞെടുക്കാം. ഞങ്ങൾ തിരഞ്ഞെടുത്തു, ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. മാഷാ അല്ലാ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ വ ഇമ്മ കഫൂറ, അല്ലെങ്കിൽ നിഷേധത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തിട്ടില്ലേ? ആ തിരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സംശയത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തെറ്റൂല ജാമിത. എന്താണെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങൾ പഠിച്ചു വിടുന്നത് കൊണ്ട് കുറേ ആളുകൾക്ക് ദീൻ കുറച്ചും കൂടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. അൽഹംദുലില്ലാ, ഇനിയും വരാം.